വലിയ സന്തോഷമുള്ള നിമിഷങ്ങളായിരുന്നു വെളിപാടിൻ്റെ പുസ്തകത്തിൻ്റെ ഷൂട്ടിംഗ്. ലാൽ ജോസ് എന്ന് പറയുന്ന ബ്രില്യൻ്റ് ആയിട്ടൊരു ഡയറക്ടറൊപ്പം എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. ആശീർവാദ് പ്രൊഡക്ഷൻ, ലാൽ സാറിനൊപ്പം ഓരോ ഫ്രെയിമിൽ നിൽക്കുമ്പോഴെല്ലാം ഒരു കലാകാരനെ സംബന്ധിച്ച് ആ സമയത്ത് വലിയ സന്തോഷമായിരുന്നു. അതിൻ്റെ സന്തോഷം ഇപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നു. ഞാൻ കണ്ടിട്ടുള്ള വില്ലന്മാരും അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് വയലൻസ് ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും കുറച്ച് മെലിഞ്ഞുണങ്ങിയ ആൾക്കാരൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് ആനപ്പാപ്പാൻ അത്ര ചെറിയ മനുഷ്യന്മാരായി പോകുന്നത്. സിനിമയുടെ തലേ ദിവസം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഉറങ്ങാൻ പറ്റിയിട്ടില്ല. കാര്യം സന്തോഷം സാർ ക്യാമറ, മണി സാർ ആക്ഷൻ പറയുമ്പോൾ അഭിനയിക്കണം. എൻ്റെ ഒരു ലൈഫിൽ ഞാൻ പഠിച്ചിട്ട് കാര്യം എന്ന് വെച്ച് കഴിയുമ്പോൾ അടിസ്ഥാനപരമായിട്ട് കാത്തിരിക്കുക എന്നുള്ളതാണ്. ഷൂട്ടിംഗ് സമയത്തും ഈ മരിച്ചുപോയ മധുവിൻ്റെ ബന്ധുമിത്രാദികളൊക്കെ എന്നെ അവരൊക്കെ എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. സിനിമകളുടെ എണ്ണം കുറഞ്ഞതുകൊണ്ട് ഞാൻ സിനിമയിൽ നിന്ന് മാറി നിന്നു എന്നുള്ളതല്ല, ഞാൻ നല്ലൊരു അവസരത്തിന് വേണ്ടി കാത്തിരുന്നു. ഞാൻ എന്നെ തന്നെ സ്വയം പ്രിപ്പയർ ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് സത്യം. റിയൽ ലൈഫ് മെമ്മറീസിൽ ഇന്ന് നമുക്കൊപ്പം അപ്പാനി ശരത്താണ്. നമസ്കാരം. നമസ്കാരം. അങ്കമാലി ഡയറീസ് മുതൽ അനന്തങ്കാട് വരെ അതൊരു 10 വർഷത്തെ ജേണി ആവുന്നു. ആ ഒരു അപ്പാനി രവിയിൽ നിന്ന് ഇപ്പം ജാക്സൺ വരെ നോക്കുമ്പോൾ ആ കഥാപാത്രങ്ങൾക്ക് ഞങ്ങൾക്ക് ഏറെക്കുറെയൊക്കെ സാമ്യം കാണുന്നുണ്ട്. അതുപോലെ സാമ്യം ഇൻ ദ സെൻസ് ആ ഒരു ക്യാരക്ടറിൻ്റെ സ്വഭാവത്തിൽ കുറച്ചൊക്കെ ഒരു അറഗൻസ് ഒക്കെ ഉള്ളൊരു കഥാപാത്രം, അല്ലെങ്കിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു കഥാപാത്രം. അപ്പാനി രവിക്ക് ശേഷം ആഘോഷിക്കപ്പെടുന്നൊരു കഥാപാത്രം. ഇതിൻ്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പാനിൻ്റെ ലൈഫിൽ. നമുക്ക് അനന്തങ്കാടിന് മുമ്പ് അപ്പാനിൻ്റെ ജേണിയിൽ നിന്ന് തുടങ്ങാം. അങ്കമാലി ഡയറീസ് അതാണല്ലോ എൻ്റെ ആദ്യത്തെ സിനിമ. അതിനുശേഷം കുറേ സിനിമകൾ ചെയ്തു. ഈ പറയുന്ന വെളിപാടിൻ്റെ പുസ്തകം, ആ സമയത്ത് ഒത്തിരി സിനിമകൾ ചെയ്തു. പിന്നെ തമിഴിൽ ഫസ്റ്റ് ചെയ്ത പടം സണ്ടക്കോഴി 2, പിന്നെ ചെക്കച്ചിവന്ത വാനം. ആ സമയത്ത് കുറച്ച് തമിഴ് പടങ്ങൾ കുറച്ചൊക്കെ ചെയ്തു. ഉതിരപ്പൂക്കൾ എന്നൊക്കെ പറഞ്ഞ തമിഴ് പടങ്ങൾ. നാടകത്തിൽ നിന്നാണ് അപ്പാനി തുടങ്ങുന്നത്. നാടകമാണ് പഠിച്ചത്, തുടങ്ങുന്നത് ഒക്കെ. എങ്ങനെയായിരുന്നു സിനിമയിലേക്ക്? നമ്മളിപ്പം സംസാരിച്ചപ്പോൾ പറഞ്ഞു സിനിമയായിരുന്നില്ല എൻ്റെ ലക്ഷ്യം എന്ന്. എന്തായിരുന്നു സിനിമയിലേക്ക് ആകർഷിച്ചത്? എങ്ങനെയാണ് യാദൃശ്ചികമായിട്ട് സിനിമയിൽ എത്തിയതെന്ന് പറയാം. യാദൃശ്ചികം എന്നുള്ളതല്ല, ഞാൻ കാലടിയിലാണ്, ഇവിടെ നമ്മുടെ എറണാകുളത്ത് അങ്കമാലി കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നാണ് PG തിയേറ്റർ പഠിച്ചത്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ അവിടെ ഉണ്ട്, കാലടി യൂണിവേഴ്സിറ്റിയിലുണ്ട് കുറേ നാടകങ്ങൾ ചെയ്യാനായിട്ട്. സൈക്ലിസ്റ്റ് എന്നൊക്കെ പറയുന്ന കുറച്ച് നാടകങ്ങൾ ചെയ്യാനായിട്ട് അവിടെ ഉണ്ടായിരുന്നു. കാലടിയിലെ പഠന സമയത്താണ് യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് ഒരു ഓഡീഷൻ വരുന്നത്. നമ്മുടെ എൻ്റെ അധ്യാപകനാണ് ഗോപൻ ചിദംബരം മാഷിൻ്റെ അപ്പോൾ EMൻ്റെ പുസ്തകമൊക്കെ അതൊക്കെ ഇറങ്ങി നിൽക്കുന്ന സമയം. മാഷാണ് അതിൻ്റെ സ്ക്രിപ്റ്റ്. അപ്പോൾ ആ സമയത്ത് കോളേജിൽ ചെമ്പൻചേട്ടൻ വന്നിട്ട് ഇങ്ങനെ ഓഡീഷൻ ഉണ്ട് ക്യാമ്പസിൽ. അപ്പോൾ അവർ ഒരു അങ്കമാലി ഡയറീസ് എന്ന പുതിയൊരു സിനിമ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആ സിനിമയിലേക്കുള്ള അഭിനേതാക്കളെ പല കോളേജുകളിൽ നിന്നാണ് ഓഡീഷനിലൂടെയാണ് തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ടാണ് കാലടി യൂണിവേഴ്സിറ്റിയിൽ ഓഡീഷൻ എത്തിയത്. അങ്ങനെ ഞാൻ ഓഡീഷനിൽ പങ്കെടുത്തു. ഞാൻ ആ സമയത്ത് സെക്കൻഡ് ഇയർ ആയി ഓഡീഷൻ. അങ്ങനെ ആ ഓഡീഷനിൽ ഒരുപാട് പേര് പങ്കെടുത്തു, കോളേജിലുള്ള ഒത്തിരി പേര് പങ്കെടുത്തു. അതിലൂടെയാണ് ഞാൻ സിനിമയിലേക്ക് എത്തിയത്. ഓഡീഷനിലൂടെ സിനിമയിലേക്ക് എത്തിയതാണ്. അതിനുശേഷം ഇപ്പോൾ 10 വർഷമായി കുറേ സിനിമകൾ ചെയ്യുന്നു. അതൊരു വലിയൊരു തുടക്കമായിരുന്നില്ലേ ലിജോ ജോസ് പെല്ലിശ്ശേരിനെ പോലെ ഒരു ഡയറക്ടറുടെ സിനിമയിൽ ആദ്യത്തെ കഥാപാത്രം തന്നെ ഇത്രയധികം ആഘോഷിക്കപ്പെടും. അന്നത്തെ ആ ഒരു ഫെയിം എങ്ങനെയാ അപ്പാനി ഹാൻഡിൽ ചെയ്തിരുന്നതെന്ന് ഓർമ്മയുണ്ടോ? ഇല്ല, വലിയ സന്തോഷമുള്ള കാര്യം. നമ്മൾ സിനിമ കൂടുതൽ സ്നേഹിക്കാൻ അത് പ്രേരിപ്പിച്ചു? അല്ല, സിനിമ അല്ലെങ്കിൽ ഇഷ്ടമാണ്. സിനിമ ഒരുപാട് ആഗ്രഹിച്ചൊരു കലാകാരനാണ് ഞാൻ. സിനിമയിൽ എത്തണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. അപ്പോൾ അത് എൻ്റെ വളരെ ചെറുപ്പകാലം മുതൽ ഞാൻ നാടകമാണ് ചെയ്തുകൊണ്ടിരുന്നത്, അഭിനയം തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അത് പക്ഷെ സിനിമയിലേക്കുള്ളൊരു വഴി ഞാൻ പോലും അറിയാതെ എനിക്ക് ഓപ്പണായി വന്നെന്നും പറയാവുന്നതാണ് സത്യം. കാര്യം ഞാനങ്ങനെ ഒരുപാട് ഓഡീഷൻസിനൊന്നും അങ്ങനെ പോയിട്ടില്ല സിനിമയുടേതായിട്ടുള്ള. കുറേ സിനിമകളിൽ ഇങ്ങനെ ചെറിയ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് കുറേ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ട്രൈ ചെയ്ത് അങ്ങനെ ഒരുപാട് പോയിട്ടുണ്ട്. പക്ഷെ ഒരുപാടൊന്നും അങ്ങനെ പോയിട്ടില്ല. കാരണം ആ സമയങ്ങളിലൊക്കെ എനിക്കിവിടെ നാടകം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പല സ്ഥലങ്ങളിലും നാടകങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ആയതുകൊണ്ട് തന്നെ ഞാൻ അതിൽ സജീവമായിരുന്നു. വളരെ യാദൃച്ഛികമായിട്ട് കോളേജിലെത്തി PG എടുക്കുന്ന സമയത്ത് എന്തോ ഒരു വലിയൊരു ഭാഗ്യം കൊണ്ട് അവിടെ ഒരു ഓഡീഷനിലൂടെ സിനിമയിലേക്ക് എത്തിയതാണ്. അപ്പം എൻ്റെ കരിയർ നോക്കുമ്പോൾ ഭയങ്കര പ്രൗഡായിട്ട് തോന്നും. ആദ്യത്തെ സിനിമ അങ്കമാലിയുടെ ലിജോ ജോസ് പെല്ലിശ്ശേരിനെ പോലത്തെ ഒരു ഡയറക്ടർ, അത് കഴിഞ്ഞ് മോഹൻലാൽ സാറിനൊപ്പം വെളിപാടിൻ്റെ പുസ്തകം, അത് കഴിഞ്ഞിട്ട് തമിഴിലേക്ക് പോവുകയാണെങ്കിൽ മണിരത്നത്തിനൊപ്പം ചെക്കച്ചിവന്ത വാനം. ഇങ്ങനെ തുടക്കം ഒരു ഗംഭീരമായിരുന്നു. എവിടെ വെച്ചിട്ടാണ് ആ ഒരു ത്വര
നഷ്ടപ്പെട്ടതെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ത്വരയൊന്നും ഒരിടത്തും നഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ റെഗുലറി സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ്. ഇപ്പം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സിനിമകളിൽ വളരെ നല്ല സിനിമകൾ ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പുകളായിരുന്നു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഈ 2 വർഷത്തേക്ക് ഈ 2 വർഷമൊന്നുമില്ല, 2 വർഷത്തിനിടയിൽ തന്നെ വേറെ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്, തമിഴൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഞാനിപ്പം എനിക്കൊന്ന് നന്ദൻകാടിൻ്റെ കഴിഞ്ഞ വർഷം റിലീസായ പടമാണ് എനിക്ക് അലങ്ക് എന്നൊരു തമിഴ് മൂവി. എല്ലാ വർഷവും എൻ്റെ സിനിമ മലയാളത്തിലെ അല്ല, മലയാളം തമിഴ് അങ്ങനെയൊന്നും ഇല്ലല്ലോ. നമ്മുടെ ഭാഷ അഭിനയമാണ്. നമ്മളത് ഏതിൽ ചെയ്യുന്നൊന്നുമില്ല. തമിഴ് മലയാളം എല്ലാം നമ്മുടെ തൊഴിൽ തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെ പടങ്ങൾ ഇറങ്ങുന്നുണ്ട്, ബാക്ക് ടു ബാക്ക് ടു സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ഇപ്പം പറയുന്ന പോലെ ഒരു ഭയങ്കര ജനസ്വീകാര്യത കിട്ടിയൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ അനന്തൻകാടാണ്. അനന്തൻകാട് കണ്ട എല്ലാവർക്കും ആ ക്യാരക്ടറിനോട് വലിയൊരു ഇഷ്ടം തോന്നുന്നു, അല്ലെങ്കിൽ നന്നായിട്ടുണ്ട് എന്ന് അപ്രീഷിയേറ്റ് കേൾക്കുമ്പോൾ വലിയ സന്തോഷം. ആ ഒരു സീനൊക്കെ രസമുണ്ടായിരുന്നു. ആ അമ്മേനെ മരിച്ചതിന് ശേഷമുള്ള ആ ഒരു ഇമോഷൻ, എത്രത്തോളം കഥാപാത്രങ്ങളിലേക്ക് ആ ഇമോഷൻ, അപ്പാനിയുടെ റിയൽ ക്യാരക്ടർ എപ്പോഴെങ്കിലും ആ കഥാപാത്രങ്ങളിലേക്ക് വരാറുണ്ടോ? ഇല്ല. അങ്ങനെ ഏതെങ്കിലും ഒരു കഥാപാത്രം സ്വാധീനിച്ചത്? ഇല്ല, അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളുള്ള ഒരാളും അല്ല ഞാൻ. അങ്ങനെയില്ല, അങ്ങനെ സംഭവിച്ചിട്ടുമില്ല, സംഭവിക്കാൻ പോണമില്ല. ഞാൻ കുറച്ച് ഫോട്ടോസ് കാണിക്കാം. സാറ് ലിജോ ചേട്ടൻ അങ്കമാലി ഡയറീസ് ഷൂട്ടിങ്, ഇതൊന്നും ഷൂട്ടിങ് കഴിഞ്ഞിട്ടുള്ളൊരു ഫോട്ടോയാണത്. ആ ലുക്കൊക്കെ എല്ലാം ഷൂട്ടിങ് എല്ലാം കഴിഞ്ഞൊരു പരിപാടിക്ക് വന്ന സമയത്ത് ഫോട്ടോയാണെന്നാണ് തോന്നുന്നത് എനിക്ക്. അപ്പം കാരണം അങ്കമാലി സമയത്ത് ഈ ലുക്കല്ല ഈ കാണുന്ന നല്ല താടിയും. ലിജോ ചേട്ടനാണ് എൻ്റെ പറയുന്നത് പോലെ നമ്മളൊരു മലയാള ഇൻഡസ്ട്രിയിലേക്ക് എന്നെ കൈപിടിച്ച് കൊണ്ടുവന്നത്. പിന്നീടുള്ള കരിയറിൽ എത്രത്തോളം സപ്പോർട്ട് ഉണ്ടായിരുന്നു? വലിയ സ്നേഹവും ബഹുമാനവും അതുപോലെ തന്നെ എപ്പോഴും കാണും, എപ്പോഴും മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ മുന്നിലോട്ടുള്ള ഒരുപാട് പ്രോജക്റ്റുകളിൽ ഭാഗമാകണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ അറിയാമല്ലോ, ഓരോ സബ്ജക്റ്റ് ബേസ്ഡ് ആയിട്ടായിരിക്കുമല്ലോ. വലിയ ഈ പറയുന്ന പോലെ വലിയ സ്നേഹവും ബഹുമാനവും ഉള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. എനിക്കൊരു എൻ്റെ ഒരു വലിയൊരു ലൈഫ് എന്നൊരു മനുഷ്യനാണ്. അപ്പോൾ അതിനോട് സ്നേഹവും ബഹുമാനവും എന്നും ഉണ്ടാവും. ഈ ഒരു സിനിമയിലെ വെബ് സീരീസ് ആണ്. ശരത് എന്ന് പറയുന്ന ഒരു ആക്ടറുടെ ഒരു പഠനം തന്നെയായിരിക്കും. കാരണം ഞാൻ കുറെ പഠിച്ച ഒരു ക്യാരക്ടറാണ്. അതായത് ഈ പറയുന്ന പോലെ എൻ്റെ അങ്കമാലി ഡയറീസ് തൊട്ട് കുറേ സിനിമകൾ ചെയ്തതിന് ശേഷം വളരെ ബ്രില്യൻ്റ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു ഈ പറയുന്ന ഓട്ടോ ശങ്കറിലേക്ക് എത്താനായിട്ട് ഞാൻ എടുത്ത ഒരു ജേണി ഉണ്ട്. ഏകദേശം 1 വർഷത്തോളം ഇതിൻ്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, 1 ഇയർ. ആ സമയത്ത് വേറൊന്നും ചെയ്തില്ല, വേറൊരു പ്രോജക്റ്റും ചെയ്തില്ല. ആ ക്യാരക്ടറിൻ്റെ ഒരു ജീവിച്ചിരുന്ന ഒരാളുടെ ബയോഗ്രഫിയാണല്ലോ ഇത്, ജീവിച്ചിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റെഫറൻസ് എടുക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠനം നടത്തിയതിന് ശേഷമാണ് ഈ സീരീസിലേക്ക് ഞാൻ ക്യാരക്ടറിലേക്ക് പോകുന്നത്. പിന്നെ ആ ടീമും ഗംഭീര ടീമായിരുന്നു, എന്നെ വളരെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നൊരു ടീമായിരുന്നു. ഡയറക്ടർ രംഗ, എൻ്റെ ക്യാമറമാൻ മനോജ് പരമഹംസ, എല്ലാവരും ബ്രില്യൻ്റ് ആയിട്ടുള്ള ടെക്നീഷ്യന്മാരാണ്. അപ്പോൾ അവർക്ക് നമ്മളെ കിട്ടിയപ്പോൾ അവർ നമ്മളെ ആ ഒരു ക്യാരക്ടറിനെ വേണ്ടി പാകപ്പെടുത്തി എടുത്തു എന്നുള്ളതാണ് സന്തോഷമുള്ള കാര്യം. പിന്നെ ഞാനും അതൊരു എന്താ പറയുക, ചില ക്യാരക്ടേഴ്സ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആ ക്യാരക്ടറിനൊപ്പം നമ്മളും ട്രാവൽ ചെയ്യും. അങ്ങനെ സംഭവിച്ചു പോയതാണോ ഈ ഓട്ടോ ശങ്കർ. എനിക്ക് എൻ്റെ കരിയറിൽ പറയുന്ന എനിക്ക് വളരെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറാണ്. അങ്കമാലിക്ക് ശേഷം ഞാൻ ചെയ്യുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വേഷമായിരിക്കും ഒരു പക്ഷെ പല സിനിമകൾ ചെയ്തെങ്കിൽ കൂടി അതിന് ശേഷം വരുന്ന സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരിക്കും ഓട്ടോ ശങ്കർ. അത് എനിക്ക് കിട്ടിയതിൽ വലിയ സന്തോഷം. ലാലേട്ടൻ, നമ്മുടെ സ്വന്തം ലാലേട്ടൻ വെളിപാടിന്റെ പുസ്തക സമയത്ത് ക്യാരവൻ വെച്ചെടുത്ത പിക്കാണ്. ഒത്തിരി ഫോട്ടോസ് ഉണ്ട് അദ്ദേഹമായിട്ട്. ഈ പറയുന്ന വലിയ ആരാധകനാണ് ഞാൻ. നമ്മൾ തിരുവനന്തപുരത്തുള്ളപ്പോൾ എല്ലാ സിനിമകൾക്കും ടിക്കറ്റ് ക്യൂ നിന്ന് ഭയങ്കര തിരക്കിലൊക്കെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് അങ്ങനത്തെ ഒരു കട്ട ഫാനാണ്, വെറും ഫാനല്ല. അത് വലിയ ഒരു ബ്ലെസ്സിങ് ടൈമായിരുന്നു ആ ടൈം. പിന്നെ അതിനപ്പുറം എൻ്റെ ഒരു വലിയ സന്തോഷമുള്ള നിമിഷങ്ങളായിരുന്നു വെളിപാടിൻ്റെ പുസ്തകത്തിൻ്റെ ഷൂട്ടിംഗ്. ലാൽ ജോസ് എന്ന് പറയുന്ന ബ്രില്യൻ്റ് ആയിട്ടൊരു ഡയറക്ടറൊപ്പം എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. ആശീർവാദ് പ്രൊഡക്ഷൻ, ലാൽ സാറിനൊപ്പം ഓരോ ഫ്രെയിമിൽ നിൽക്കുമ്പോഴെല്ലാം ഒരു കലാകാരനെ സംബന്ധിച്ച് ആ സമയത്ത് വലിയ സന്തോഷമായിരുന്നു. അതിൻ്റെ സന്തോഷം ഇപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. കാര്യം അദ്ദേഹത്തിന് എവിടെ വെച്ച് കണ്ടാലും അദ്ദേഹം എന്നോട് വളരെ സ്നേഹത്തോടു കൂടിയാണ് പെരുമാറുന്നത്. വളരെ ഒരു എന്താ പറയുക, എനിക്കും അദ്ദേഹത്തിനെ കാണുമ്പോൾ വല്ലാത്തൊരു എനർജിയാണ് കിട്ടുന്നത്. ഞാൻ ഇപ്പോഴും കണ്ടു അനന്തൻകാടിന്
റിലീസിന് മുമ്പും ഞാൻ അദ്ദേഹത്തിനെ പോയി ഒന്ന് കണ്ടിരുന്നു. വലിയ സന്തോഷമുള്ള കാര്യം. അതിലൊക്കെ വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. വെളിപാടിന്റെ പുസ്തകത്തിലെ പാട്ട് ജിമിക്കി കമൽ സോങ് ഞങ്ങൾ അങ്ങനെ ഭയങ്കര ഹിറ്റ് ആവുമെന്ന് പ്രതീക്ഷിക്കാത്തൊരു സോങ് ആയിരുന്നു ആക്ച്വലി ജിമിക്കി കമൽ സോങ്. പക്ഷേ ഈ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ഇതിന്റെ പാട്ട് എനിക്ക് ലാൽ ജോസ് സാർ എന്നോട് പറഞ്ഞിട്ട് നിനക്ക് പാട്ട് ചിലപ്പം ജനങ്ങൾ സ്വീകരിക്കാൻ സാധ്യതയുണ്ട്, ഗംഭീര പാട്ടൊക്കെ എന്നാൽ ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ല, ലാൽ ജോസ് സാർ. പക്ഷേ അത് ഇങ്ങനെ ഒരു ഹിറ്റിലേക്ക് പോകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അതും വലിയ സന്തോഷമുണ്ട്. ആ പാട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ഇതായപ്പോഴാണോ തമിഴിൽ നിന്നുള്ള അവസരങ്ങൾ വന്നിരുന്നത്? ഇല്ല, തമിഴ് അവസരങ്ങളൊക്കെ എനിക്ക് അങ്കമാലി. അതെ, പിന്നെ എനിക്ക് അവിടെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്, സുഹൃത്തുക്കൾ, തമിഴ്നാട്ടിൽ കുറെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, നാടക സുഹൃത്തുക്കളും കലാകാരന്മാരും മുന്നിലോട്ട് സിനിമകൾ ചെയ്യാൻ നിൽക്കുന്ന കുറെ സുഹൃത്തുക്കളുണ്ട്. അപ്പം കോണ്ടാക്ട്സ് ഉണ്ട്. തോട്ട എറിയുന്ന സീനിന് മുമ്പ് ആ സീൻ എത്രത്തോളം മാർക്കറ്റ് സീൻ, മാർക്കറ്റ് തോട്ട സീൻ എന്ന് പറഞ്ഞ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സീനിന് കിട്ടുന്നൊരു കമാരി ഡയറീസിൽ വളരെ ഞാൻ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരിക്കലും ബോഡി ഷേമിങ് ആയിട്ട് കാണരുത്. നമ്മളൊരു ആ ഒരു ശരീരപ്രകൃതം നമുക്ക് ഭയങ്കരമായിട്ടൊരു ഇത് തരുന്ന ഒരു ചില നമ്മൾ കണ്ടിട്ടുള്ള സിനിമയിലെ വില്ലന്മാരുടെ ഒരു വേഷം അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു അതിലുള്ളൊരു ആ പനീൻ്റെ ലുക്ക് ആയിക്കോട്ടെ. അപ്പൊ ഈ ചെറുക്കനൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് നിൽക്കുന്നിടത്തു നിന്നാണ് തോട്ട എടുത്തിട്ട് എറിയുന്നത്. ഞാൻ കണ്ടിട്ടുള്ള വില്ലന്മാരും അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് വയലൻസ് ആയിട്ടുള്ള ആൾക്കാരെല്ലാരും കുറച്ച് മെലിഞ്ഞുണങ്ങിയ ആൾക്കാരൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് ആനപ്പാപ്പാൻ അത്ര ചെറിയ മനുഷ്യന്മാരായി പോകുന്നത്. അതായത് ഞാൻ കണ്ടിട്ടുള്ള മിക്ക ആൾക്കാരും അങ്ങനെ തന്നെയാണ്. എൻ്റെ ഭയങ്കര പവർഫുൾ ആയിരിക്കുന്ന ആൾക്കാരായിരിക്കും. മാനസികമായിട്ടുള്ള ഭയങ്കര മെന്റലി ഭയങ്കര പവറുള്ള ആൾക്കാരായിരിക്കും, ഭയങ്കര ധൈര്യമായിരിക്കും. അപ്പൊ അത് തന്നെയാണ് ആ ക്യാരക്ടറിന് വേണ്ടി കിട്ടിയത്. പനി എന്ന് പറയുന്ന ആള് അത്രേ ഉള്ളുവെങ്കിലും വന്ന് നിൽക്കുമ്പോൾ ഒരു എനർജി ഉണ്ട്, ആ ഒരു ഓറ ഉണ്ട്. ആ നോട്ടത്തിലൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴുള്ള അപ്പം ഇത് നമ്മുടെ ഉള്ളിലാണ് ഈ പറയുന്ന മറ്റു ചിന്താഗതികളല്ല, ഇത് പ്രത്യക്ഷത്തിലില്ല. അത് മാറ്റാൻ പറ്റുന്ന ഒരു അവസരം വരുന്നു എനിക്ക് അപ്പാൻ്റെ വന്നത്. സോ അത് വലിയ സന്തോഷം. പിന്നെ ഈ അങ്കമാലി മാർക്കറ്റ് എനിക്ക് അത്രയും വലിയ പരിചയമുള്ള മാർക്കറ്റാണ്. അങ്കമാലി മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് വരെ വന്നും പോകുന്നൊക്കെ സ്ഥലങ്ങളൊക്കെ തന്നെ മാർക്കറ്റ്. അങ്കമാലി കാലടിയിലാണല്ലോ ഞാൻ പഠിച്ചത്. അപ്പൊ ആ മാർക്കറ്റ് വളരെ രസമാണ്. ആ മാർക്കറ്റ് അപ്പൊ മാർക്കറ്റ് പോയിട്ടുണ്ടോ? അങ്കമാലി മാർക്കറ്റിൽ പോയിട്ടില്ല. ആ മാർക്കറ്റ് വളരെ രസമുള്ള മാർക്കറ്റാണ്. അപ്പൊ അവിടെ വെച്ച് അങ്ങനെ ഒരു സീൻ ഷൂട്ട് ചെയ്യുമ്പം ഞാനും ആ ഒരു സ്പേസിൽ നിൽക്കുമ്പോ എനിക്കത് വലിയൊരു അഭിമാനമല്ല, എനിക്കതൊരു എന്താ പറയാ ഒരു എനർജി ഉണ്ടായിരുന്നു. ഞാൻ അപ്പാനി രവിയായി നിൽക്കുകയായിരുന്നു, അങ്ങ് ജീവിക്കായിരുന്നു. തോട്ടറിയാൻ കിട്ടിയൊരു അവസരമല്ലേ, ഏതെങ്കിലും ഓട്ടിക്കാന്ന് വിചാരിച്ചു. മണിസാറിനായിട്ടുള്ള മനസ്സിലായി ഭയങ്കര രസമല്ലോ ഈ സിനിമ. വളരെ ചെറിയൊരു ക്യാരക്ടർ ചെയ്യാനാണ് എന്നെ ആ സിനിമയിലേക്ക് വിളിക്കുന്നത് എൻ്റെ അതിൻ്റെ മാനേജർ. ചെന്നു, നമുക്കൊരു ഓഡീഷൻ ഉണ്ടായിരുന്നു. ചെറിയ സീനാണെങ്കിൽ കൂടി ഓഡീഷൻ ഉണ്ടായിരുന്നു. ഓഡീഷനിൽ പങ്കെടുത്തിട്ടാണ് സിനിമയിലേക്ക് എത്തി. സിനിമയുടെ തലേ ദിവസം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഉറങ്ങാൻ പറ്റിയിട്ടില്ല. കാര്യം സന്തോഷ് സാർ ക്യാമറ, മണിസാർ ആക്ഷൻ പറയുമ്പോൾ അഭിനയിക്കണം, എന്തിനായാലും അത് ജസ്റ്റ് പാസിംഗ് ആണെങ്കിൽ പോലും അത് വലിയ അനുഭവമായിരുന്നു. സോ എനിക്ക് 3 ദിവസം ഉണ്ടായിരുന്നു ഷൂട്ടിങ് സെറ്റിൽ. ഇത് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഒരു കാറിൽ ഷോട്ട് എടുത്തിട്ട് ഞാനും സാറും ഒരു കാറിൽ ഇങ്ങനെ പോവുകയാണ്. ഒരു സീൻ എടുത്തതിന് ശേഷം ഞങ്ങളുടെ ഒരുമിച്ചായിരുന്നു ഒരു കാറിൽ കുറച്ച് ദൂരം ട്രാവൽ ചെയ്യണം. ആ സമയത്ത് ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഒരു പിക്ക് ഫോട്ടോ എടുത്തോട്ടെ. പിന്നെന്താ എടുത്തോന്നു, പിന്നെ അങ്ങനെയാണ്. കോസ്റ്റ്യൂമാണത്, ഞാൻ പടം ഇറങ്ങിയതിന് ശേഷമാണ് ആ ഫോട്ടോ ഇട്ടയക്കുന്നത്, എടുത്ത ഫോട്ടോ. അതൊരു മണിരത്നം സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സിനിമക്കുള്ള ഒരു സ്പേസ് ഉണ്ട്. ആ ഒരു സിനിമയിലേക്ക് അവസരം വന്നു എന്ന് പറഞ്ഞപ്പോഴുള്ള സന്തോഷം എത്രത്തോളമായിരുന്നു? അല്ല, നമുക്ക് അങ്ങനെ എപ്പോഴും സന്തോഷം. ഒന്നാമത്തെ കാര്യം, നമുക്ക് വരുന്ന അവസരങ്ങളെല്ലാം നമുക്ക് വലിയ നമ്മളൊരു സിനിമ സ്നേഹി എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു ഫ്രെയിം ഉണ്ടല്ലോ സിനിമക്ക് വേണ്ടിയിട്ട്. എല്ലാ ടെക്നീഷ്യന്മാർക്കും എല്ലാ സംവിധായകർക്കും എല്ലാവർക്കും നമുക്ക് വിലയുണ്ട്. പക്ഷെ നമ്മൾ കണ്ടു പഠിച്ച, അതായത് അവരെ കണ്ടു പഠിച്ച, ഞാൻ ഫുൾ ബ്ലാങ്ക് ആയിരുന്നു. ഞാൻ ഓടി കിടന്ന് അഭിനയിക്കുകയായിരുന്നു. അതാണ് സത്യം. വിളിച്ചോ, ശരി ആയിക്കോട്ടെ, അവിടെ പോവാ, എന്താണ് ആ പരിപാടി നോക്കാം, അഭിനയിക്കുക, അവിടെ നോക്കട്ടെ, അടുത്ത നെക്സ്റ്റ് സൺഡേ കുഴിച്ചു, ഓക്കെ. അങ്ങനെ ഞാനങ്ങ്, അതാണ് എൻ്റെ ഒരു തമിഴിൽ അങ്ങ് നല്ല അവസരങ്ങൾ. അതെ, ഓട്ടോ ശങ്കറൊക്കെ അതിന് ശേഷമാണ് വന്നത്. ചെക്കച്ചെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഓട്ടോ ശങ്കറൊക്കെ എത്തിയത്. ഞാൻ അങ്ങനെ ഫുൾ കാര്യങ്ങൾ പഠിച്ചങ്ങ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു.
ഈ സിനിമ സെലക്ഷൻ എങ്ങനെയാണെന്നൊന്ന് പറയൂ. എങ്ങനെയാണ് വരുന്ന അവസരങ്ങളിൽ നിന്ന് എങ്ങനെയാണ് എപ്പോഴെങ്കിലും തിരഞ്ഞെടുത്ത വേഷങ്ങൾ വേണ്ടായിരുന്നു എന്ന് തോന്നുന്നത്? ക്ലീഷേ ക്വസ്റ്റ്യൻ എന്നാ തുടക്ക സമയം എന്ന് വെച്ചാൽ കുറച്ച് വർഷം മുമ്പൊക്കെ ഞാനിങ്ങനെ നമ്മൾ ഭയങ്കര വലിയ സിനിമകളിൽ നിന്നും നമുക്കങ്ങനെ ഒരു അവസരങ്ങൾ കുറഞ്ഞു വന്നപ്പോൾ വരുന്ന സിനിമകളെല്ലാം നമ്മൾ കേട്ടിട്ട് ഒരുവിധം നല്ല സിനിമയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഭാഗമാവാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ എല്ലാ സിനിമകളും നല്ല സിനിമകളാവണം അല്ലെങ്കിൽ നല്ല സിനിമകളായി മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നല്ല സിനിമകളാകും എന്ന പ്രതീക്ഷയോടുകൂടി ചെയ്യുന്ന സിനിമകൾ ഒരുപക്ഷെ തിയേറ്ററിൽ വർക്കൗട്ട് ആവണമെന്നില്ല, അല്ലെങ്കിൽ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. സോ അതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. അടുത്ത നെക്സ്റ്റ് എന്താണെന്നുള്ളത് ചിന്തിച്ച് അടുത്ത പരിപാടികളിലേക്ക് പോകുക എന്നുള്ളതാണ്. സിനിമയിൽ എപ്പോഴും പറയുന്നത് ഇപ്പൊ മെയിൻ സ്ട്രീം ആയിട്ട് നിൽക്കുന്ന വളരെ ഇതായിട്ടുള്ള നിൽക്കുന്ന ആക്ടേഴ്സ് ആണെങ്കിലും പറയുന്നതാണ് നിലനിൽപ്പ് എത്രത്തോളം അല്ല, സിനിമയിലേക്ക് അവസരങ്ങൾ ചിലപ്പോൾ യാദൃശികമായിട്ടോ വളരെ എളുപ്പത്തിൽ കിട്ടിയ ആൾക്കാരുണ്ടാവും. പക്ഷെ ആ കിട്ടിയ ഫെയിമിൽ നിന്നുകൊണ്ട് അടുത്തൊരവസരങ്ങളിൽ നമ്മളെ അങ്ങ് ഉറപ്പിച്ച് നിർത്തുക എന്ന് പറയുന്ന ഒരു നിലനിൽപ്പിന്റെ ഒരു പ്രശ്നം വരുന്നുണ്ടല്ലോ. നല്ല അവസരം അത് നമ്മുടെ കയ്യിൽ. എൻ്റെ ഒരു ലൈഫിൽ ഞാൻ പഠിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിയുമ്പോൾ അടിസ്ഥാനപരമായിട്ട് കാത്തിരിക്കുക എന്നുള്ളതാണ്. ക്ഷമയോടുകൂടി കാത്തിരിക്കുക, നമുക്കുള്ള അവസരം നമ്മൾക്കിടയിലേക്ക് വരും. പിന്നെ എന്നെപ്പോലൊരു നടനെ സംബന്ധിച്ച് ഞാൻ നല്ല വേഷം അല്ലെങ്കിൽ നല്ലത് ചെയ്താലേ എനിക്ക് നല്ലത് വരുള്ളൂ. അല്ലാതെ എന്നെ ഒരു ലിജോ ചേട്ടൻ ഇപ്പോൾ സിനിമയിലേക്ക് എന്നെ കൈപിടിച്ച് കൊണ്ടുവന്നു എന്ന് കരുതി എന്നെ എല്ലാവരും എല്ലായ്പ്പോഴും പരിഗണിക്കണമെന്നില്ല, ഇല്ലേ? അപ്പൊ ഞാൻ നല്ല ജോലി നല്ല പെർഫോം ചെയ്യണം, നല്ലതായിട്ട് പ്രൂവ് ചെയ്യണം. ഞാൻ ഇപ്പൊ അപ്പാൻ്റെ പോലെയുള്ള കഥാപാത്രം എന്നതിനപ്പുറം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വളരെ ഒരുപക്ഷെ ബോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സുകൾ ഞാൻ ചെയ്യണം. അത് ചെയ്ത് ഫലിപ്പിക്കണം, അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യണം. അതേപോലെ നമ്മുടെ സിനിമയെ സ്നേഹിക്കുന്ന സിനിമയിലുള്ള ആൾക്കാരുണ്ട്, സിനിമ ചെയ്യാൻ നിൽക്കുന്നവർക്കൊക്കെ നമുക്ക് അവർക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ അവർ നമ്മുടെ മുഖം അപ്പൊ അവര് അവരുടെ ഇപ്പൊ സിനിമ ഇപ്പൊ നമ്മൾ എന്നെ നാളെ ഒരു തിരക്കഥ എഴുതുമ്പോൾ നമ്മൾ ഒരുമിച്ച് ഇന്റർവ്യൂ എടുത്ത ആളാണ്. നാളെ നിങ്ങളൊരു തിരക്കഥ എഴുതുമ്പോൾ എന്നെ അതിൽ വിളിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മളെ ഇന്റർവ്യൂ എടുത്തെന്ന് വെച്ച് എന്നാ പിന്നെ അപ്പാനിക്ക് ഒരു വേഷം കൊടുത്തേക്കാം എന്നാരും ചിന്തിക്കില്ല. അപ്പൊ അപ്പാനെ വിളിക്കണം, അല്ലെങ്കിൽ അപ്പാനി ശരത്ത് എന്ന് പറയുന്ന കലാകാരനെ വിളിക്കണം എന്ന് ചിന്തിക്കുന്ന തരത്തിലൊരു ആ പെർഫോമൻസ് ഞാൻ കൊടുക്കണം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണം, നല്ല അവസരങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് വരുന്ന അവസരങ്ങൾ അത് നല്ലതാക്കാനുള്ള ശ്രമവും ഞാൻ ശ്രമിക്കണം. അതെൻ്റെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. കൂടെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വെള്ളിയാഴ്ച ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്ക് നല്ലൊരു കഥാപാത്രം എന്നെ തേടി വരും എന്നുള്ള പ്രതീക്ഷയോട് കൂടി ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഞാനെന്ന നടനെ ഓരോ ദിവസവും അല്ലെങ്കിൽ എനിക്ക് അതെ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്താണ് എനിക്ക് നല്ല നല്ല സിനിമകൾ വരും. എത്രത്തോളം കാത്തിരിക്കുന്നു അത്രത്തോളം നമുക്ക് നല്ല സിനിമകൾ നമ്മളെ തേടി വരും. പക്ഷെ വെറുതെ കാത്തിരുന്നാൽ പോരാ, അതിനുവേണ്ടി പണിയെടുക്കാൻ കൂടെ വേണം. എത്രത്തോളം പനിശരത്ത് അതിനു വേണ്ടി പരിശ്രമിക്കുന്നു? ഏതിനു വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്ന പറയണേ? ഞാൻ നല്ല നല്ല സിനിമകൾ കാണും. ഒന്നാമത്തെ കാര്യം, അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കും. പിന്നെ എൻ്റെതായ കഴിഞ്ഞ സിനിമകളൊക്കെ ഞാൻ ഒന്നുകൂടി കാണും, കണ്ടിട്ട് എൻ്റെ തെറ്റുകൾ ഞാൻ മനസ്സിലാക്കും. ദാറ്റ്സ് ഓൾ. അങ്ങനെ വെയിറ്റ് ചെയ്യും. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സിനിമകളിലൂടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ വെറുതെ ചെയ്തിട്ട് കാര്യമില്ല. ഡയറക്ടേഴ്സിനെ വിളിക്കുക, നല്ല അവസരങ്ങൾ ചോദിക്കുക. പുതിയ പുതിയ ക്രിയേറ്റീവായിട്ടുള്ള റൈറ്റേഴ്സ് വരുന്നുണ്ട്, ക്രിയേറ്റീവായിട്ടുള്ള പുതിയ നല്ല ഡയറക്ടേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമ്മളെല്ലാ തലക്കനവും മാറ്റി വെച്ചിട്ട് ഇറങ്ങിപ്പോയി കാണുക, സംസാരിക്കുക, അവരുമായിട്ട് നമ്മളെ ക്രിയേറ്റിവിറ്റി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക, അവരുമായിട്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ അവരുടെയൊക്കെ സബ്ജക്റ്റുകൾ വരുമ്പോൾ പല ഡിസ്കസിങ്ങിലും നമ്മൾ പെടും. നല്ല സിനിമകളുടെ ഭാഗമാണ് അപ്പോൾ സാധിക്കും. ഞാൻ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് തന്നെയാണ്. ഇപ്പോൾ എല്ലാ സുഹൃത്തുക്കളോടും പറയാനുള്ളത് അങ്ങനെ തന്നെയാണ്. നമ്മൾ ഡെയിലി കണ്ടിന്യൂ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. പുതിയ സിനിമകൾ ചെയ്യുന്ന ഡയറക്ടേഴ്സിനെ വിളിക്കുക, റൈറ്റേഴ്സിനെ വിളിക്കുക, ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ കുറേ വിളിക്കുമ്പോൾ ഒന്നേ നമുക്ക് അവർ ശല്യം കാരണം ഒരു വേഷം തരും, ഇല്ലെങ്കിൽ അവർ നമ്മളെ ഉപേക്ഷിക്കും. ഈ ഉപേക്ഷിച്ച് പോയാൽ കൂടി നമുക്ക് വിഷമമില്ല, കാരണം എന്താണെങ്കിലും നമ്മൾ അവിടെ എത്തുമ്പോൾ ഈ ഉപേക്ഷിച്ച് പോയവർ നമ്മുടെ അടുത്ത് വരും, ഇല്ലേ? അത്രേ ഉള്ളൂ. എന്താണെങ്കിലും നമുക്ക് എക്സ്ട്രാ ബോണസ് ആണ്, അത്രേ ഉള്ളൂ. പോയാലൊരു കോള് കിട്ടിയൊരു നല്ല അവസരം, അത്രേ ഉള്ളൂ. മാലിക് ഇത് സെയിം ഞാൻ ഇപ്പൊ പറഞ്ഞു നിർത്തിയതുള്ളൂ. അവസരം ചോദിച്ച് കിട്ടിയ ക്യാരക്ടറാണ് മഹേഷ് ചേട്ടനോട് ഞാൻ വളരെ നിരന്തരമായിട്ടുള്ള എൻ്റെ ശല്യം കാരണം എന്നോട് അത് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു വേഷം ഇല്ലെന്നാണ് പറഞ്ഞത്. പിന്നെ എന്ത് ഞാൻ ചോദിച്ചോട്ടോ, അങ്ങനെ പറയല്ല ഏട്ടാ, തിരുവനന്തപുരത്തുകാരനാണ് ഞാൻ, ട്രിവാൻഡ്രത്ത് ഒരു സ്റ്റോറിയാണെന്ന് ഞാൻ അറിഞ്ഞു, എനിക്ക് എന്തെങ്കിലും വേഷം തരണം എന്ന് ചോദിച്ചു. മഹേഷ് ചേട്ടന് ഒരു ദിവസം പറയുന്ന നീ എന്നെ
വാ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ദിവസം ചെന്നു കണ്ടു. ഈ ചെറിയ ക്യാരക്ടറാണ്, ഷിബു എന്നാണ് ക്യാരക്ടർ പേര്, ബാക്കി നമുക്ക് അവിടെ പോയി ഡെവലപ്പ് ചെയ്യാതെ. പക്ഷേ ഇത് വളരെ സിനിമയുടെ ഒരു സ്റ്റാർട്ടിങ് സംഭവിക്കുന്ന ഒരു ഇൻസിഡൻ്റ് ആണ്, വലിയ രസകരമായിരിക്കും നീ ചെയ്താന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ലൊക്കേഷനിൽ എത്തിയതിന് ശേഷം പിന്നെ അത് ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ മേക്കപ്പ് പാട്ട് വലിയ ഹെൽപ്ഫുള്ളായിരുന്നു. ഗെറ്റപ്പ് ഒക്കെ ചെയ്ത് തന്നു, ഡെവലപ്പ് ചെയ്ത് ഇംപ്രൈസേഷനൊക്കെ ചെയ്ത് നല്ലൊരു ക്യാരക്ടറായിട്ട് വന്നു ആ സിനിമയിൽ. പക്ഷേ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ സക്സസ് ആയ ക്യാരക്ടറാണ് അത്. ഞാൻ വിചാരിച്ചു കാരണം അതിൽ ഈ ഷിബു എന്ന് പറയുന്ന കഥാപാത്രത്തിനെക്കാട്ടി ഭയങ്കര ബോണ്ടിങ്, ഭയങ്കര ബിഗ് ക്യാരക്ടേഴ്സ് എല്ലാം ഉണ്ടല്ലോ. അപ്പൊ ഇത് എവിടെയും ചർച്ച ചെയ്യപ്പെടില്ല എന്ന് വിചാരിച്ചു. പക്ഷെ അത് ചർച്ച ചെയ്യപ്പെട്ടു, ആ ക്യാരക്ടർ ചർച്ച ചെയ്യപ്പെട്ടു. അത് അല്ല, ഒന്നും കാണാതെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു കഴിയുമ്പോഴാണ് സംഭവിക്കുന്നത്. നമ്മൾ ഭയങ്കര പ്രതീക്ഷയോട് കൂടിയൊക്കെ നമ്മളങ്ങനെ ചെയ്യുന്നതിനെ കാട്ടി ഒന്നും ശ്രദ്ധിക്കണം, ഒന്നും അറിയണ്ട. നമുക്ക് കിട്ടിയ വേഷം നമ്മൾ എത്രത്തോളം ഡെഡിക്കേറ്റഡ് ചെയ്യാൻ പറ്റും അത്ര റിസൾട്ട് കിട്ടും. അതിന് ഉദാഹരണമാണ് ഈ പറയുന്ന അങ്കമാലി ആണെങ്കിലും, ഈ പറയുന്ന ഷിബു ആണെങ്കിലും, ഓട്ടോ ശങ്കർ ആണെങ്കിലും, അനന്തൻകാട് ആണെങ്കിലും അങ്ങനെ കിട്ടിയ ക്യാരക്ടേഴ്സാണ്. മധുവായിട്ട് അഭിനയിച്ച മധു ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണ്. അതിനോടൊപ്പം തന്നെ എന്താ പറയുക, അതായത് ഞാൻ ഭയങ്കര, എനിക്ക് എന്താ വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഒരു കഥാപാത്രം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് സ്നേഹിക്കും, അതിനുവേണ്ടി പണിയെടുക്കും ഞാൻ പേഴ്സണൽ. അപ്പോൾ അത് പക്ഷെ സിനിമയിൽ പോലും ഇല്ലാണ്ടായിരിക്കില്ല. ഇപ്പം ഞാനൊരു എൻ്റെ ഒരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ ഞാനൊരു പക്ഷേ ആ ക്യാരക്ടറിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി എൻ്റെതായ രീതിയിലൊക്കെ ഞാൻ എഴുതി ഉണ്ടാക്കും. എന്നോട് മാഷ് പറഞ്ഞതാണത്. അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടുമ്പോൾ നമുക്ക് ആ ക്യാരക്ടറിന് എന്തുകൊണ്ട് ഈ ക്യാരക്ടർ ഇങ്ങനെ എത്തി എന്നുള്ളതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി എഴുതി പ്രിപ്പയർ ആയി വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈസി ആയിരിക്കും. അത് പക്ഷേ സിനിമയിൽ ഉണ്ടാവില്ല, അത് നമ്മുടേതായ ഒരു ഡയറിയിൽ മാത്രം എഴുതി വെക്കാൻ പറ്റുന്നൊരു വർക്ക്ഷോപ്പായിട്ട് കണ്ടാൽ മതി എന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ മധു എനിക്ക് അങ്ങനെ മധു ഭയങ്കര രസകരമായിട്ട് എന്താ പറയുക, വളരെ ഇമോഷണലി ഞാൻ വളരെ കഷ്ടപ്പെട്ട് ചെയ്തൊരു ക്യാരക്ടറാണ്. പക്ഷെ ആ സിനിമ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല എന്ന് ഓർക്കുമ്പോഴാണ് ഏറ്റവും വലിയ സങ്കടം. ഇതിൻ്റെ പ്രൊഡ്യൂസറൊക്കെ ഒരു വലിയ പ്രൊഡ്യൂസറാണ്, ഈ പറയുന്ന സഹൻ റോയ്, അതേരിയസ് ഗ്രൂപ്പാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. വിജീഷ് മണി എന്ന് പറയുന്ന ഡയറക്ടറാണ്. ഇതൊരു കൊമേഴ്ഷ്യൽ സിനിമയല്ല, ഇതൊരു പക്ക എന്താ പറയുക, ഒരു ഓഫ് ബീറ്റ് എന്ന് പറയാൻ പാടില്ല, ഒരു ഫെസ്റ്റിവൽ ടൈപ്പ് മൂവിയാണ്. ഒരു തിയേറ്ററിൽ കൊമേഴ്ഷ്യൽ സിനിമയല്ല എന്ന്. അപ്പോൾ തിയേറ്ററിൽ ഫെസ്റ്റിവൽ സിനിമയാണ്. കുറേ ഫെസ്റ്റിവൽസിന് പോയി. എനിക്ക് രാജസ്ഥാനിൽ നിന്ന് എനിക്കൊരു അംഗീകാരമൊക്കെ അവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ സിനിമ കുറച്ചും കൂടി തിയേറ്ററുകളിലെത്തി ജനങ്ങൾ കാണണം, അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസ് ജനങ്ങൾ കാണണം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹമുണ്ട്. അതിനു വേണ്ടി കുറച്ച് നാൾ പട്ടിണിയെ കിടന്ന് ഭയങ്കരമായിട്ട് മെലിഞ്ഞു അങ്ങനെയൊക്കെ എടുത്തൊരു സംഭവം. കാടിനുള്ളിലാണ് ഫുൾ ടൈം ഷൂട്ട്. അപ്പോൾ പിന്നെ മധുവിൻ്റെ കഥയും നമുക്കറിയാം ഇല്ലേ, മധുവിൻ്റെ ജീവിതത്തിനെ കുറിച്ചും മധുവിൻ്റെ വളർന്ന സാഹചര്യമൊക്കെ നമുക്ക് വളരെ വ്യക്തമായി പഠിച്ചിട്ട് തന്നെയാണ് ആ ക്യാരക്ടർ ചെയ്തത്. അപ്പം അത്രയും ഭയങ്കര ഹാർട്ട് ടച്ച് ആയിരുന്നു. ഷൂട്ടിംഗ് സമയത്തും ഈ മരിച്ചുപോയ മധുവിൻ്റെ ബന്ധുമിത്രാദികളൊക്കെ എന്നെ അവരൊക്കെ എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എന്നെ വന്ന് കണ്ടു, സംസാരിച്ചു, അയ്യോ എന്നൊക്കെ പറഞ്ഞു. വലിയ സ്നേഹമായിരുന്നു അവർക്കൊക്കെ, ഭയങ്കര മൊമെൻറ്റ്സ് ആയിരുന്നു അതൊക്കെ. ആ കുറച്ച് 10-30 ദിവസം ഷൂട്ടുണ്ടായിരുന്നു. ഭയങ്കര മൊമെൻറ്റ്സ് ആയിരുന്നു. നമ്മൾ വട്ടപ്പാടിയിലാണ് ഷൂട്ട് ചെയ്തത്. ഇപ്പോഴും അവരെല്ലാവരെയും ഓർക്കുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ സിനിമ അവരെ കാണിക്കുകയും ചെയ്തു. അത് ജനങ്ങളിൽ എത്തിയില്ലെങ്കിലും അപ്പം എനിക്കത് നല്ലൊരു അനുഭവമായിരുന്നു. അല്ല, ഉറപ്പായിട്ടും ഈ സത്യം. ആ സിനിമ പ്രഖ്യാപിക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഇത് എങ്ങനെയായാലും അപ്പാനെ അത് ഗംഭീരാക്കും എന്നുള്ളൊരു ഉണ്ടായിരുന്നു. ഈ ഒരു ലുക്ക് ഇത് അങ്കമാലിയിലെ ഫസ്റ്റ് ലുക്ക്. അങ്കമാലി താടി ഓൾറെഡി കോളേജ് പഠിക്കുന്ന സമയമായിരുന്നു. കോളേജിൽ അത്യാവശ്യം രാഷ്ട്രീയവും നാടകവും കവിതയും കഥയൊക്കെ ആയിട്ട് അങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുന്ന സമയമായിരുന്നു. നല്ല താടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് താടി എടുത്തത് ഈ സീനിന് വേണ്ടിയിട്ടാണ്. അപ്പാനിയുടെ ക്യാരക്ടർ കഴിഞ്ഞിട്ട് ഫ്ലാഷ് ബാക്ക് ഷൂട്ട് ചെയ്യണം. അപ്പോഴാണ് താടി എടുത്തത്. ആ താടി ലുക്കാണ് അതിന്റെ ഒരു ഭീകരത കൊണ്ടുവരുന്നത്. താടി ഇത് എൻ്റെ വൈഫ് രേഷ്മ, ഞാനും വൈഫും കല്യാണ ഫോട്ടോ. സിമ്പിൾ ആയിരുന്നു കല്യാണം, വളരെ സിമ്പിളായിരുന്നു. അതായത് ഞങ്ങൾ പ്രണയത്തിലായിരുന്നു കോളേജ് പഠിക്കുന്ന സമയം തൊട്ടേ. രേഷ്മ ഭരതനാട്യമാണ് പഠിക്കുന്നത്, അപ്പം ഞാൻ നാടകം. കാലടിയിലെ പഠനം പുള്ളിക്കാരി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ പതിനെട്ട് സിനിമയിലേക്ക് എത്തി. സിനിമയിൽ തിരക്കുകളായപ്പോൾ കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ആ സമയങ്ങളിൽ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് കോളേജിൽ വരും, മീറ്റ് ചെയ്യും, പോവും. അങ്ങനെ നിൽക്കുന്ന സമയം പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു വിവാഹം കഴിക്കണം എന്നുള്ള തീരുമാനം. കാര്യം ഒരുപാട് നാൾ ഒരുമിച്ച് നിന്നിട്ട് കുറച്ച് ദിവസങ്ങൾ മാറി നിന്നപ്പോൾ അതൊരു വലിയൊരു ഭയങ്കര വിഷമത്തിലേക്ക് എത്തി. പിന്നെ ഞാൻ എൻ്റെ എല്ലാ വിഷമങ്ങളിലും ആൾ കൂടെ ഉണ്ടായിരുന്നു കോളേജ് പഠിക്കുന്ന സമയത്ത്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആ സമയത്ത് വിവാഹം കഴിക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി. ഞങ്ങൾ രണ്ടുപേരും വിവാഹം കഴിച്ചു. ഇപ്പം 10 വർഷമായി, കൂടെ തന്നെ ഉണ്ട്.
കരിയറും കല്യാണം സന്തോഷമായിട്ടിരിക്കുന്നു. അതായത് കരിയറും കല്യാണമൊക്കെ ഒരുമിച്ച് അല്ല, ആള് ഡാൻസ് അതിന് ശേഷം ഡാൻസ് വീണ്ടും ഞാൻ കണ്ടിന്യൂ ചെയ്യിപ്പിച്ചു. ഇപ്പൊ ഡാൻസിൽ സജീവമാണ്. കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ട്. സന്തോഷം. ഇത് വെളിപാടിൻ്റെ പുസ്തകം എന്ന് പറയുന്ന ഷൂട്ടിംഗ് സമയത്ത് തന്നെ പ്രിയൻ സാർ എന്നെ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു. സാറ് എന്നെ ഒരു ഫോൺ വന്ന് ഇങ്ങനെ ഈ അപ്പാനി രവി എന്നുള്ള ക്യാരക്ടറിനെ കുറിച്ച് എൻ്റെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ എനിക്ക് ആളെ മനസ്സിലായില്ല. ആദ്യം വിളിച്ചിട്ട് ഭയങ്കര ഗംഭീര പെർഫോമൻസ് ആയിരുന്നു, അതാണ് എന്നൊക്കെ സംസാരിച്ചിട്ട് പറഞ്ഞ പ്രിയദർശനാണ് സാറാണെന്ന് സംസാരിച്ച് കഴിഞ്ഞിട്ട് പ്രിയദർശൻ. എനിക്ക് ആളെ മനസ്സിലായില്ല ആദ്യം. ഞാൻ നമ്പർ സേവ് അല്ലായിരുന്നു, നമ്പർ ഇല്ലായിരുന്നു എൻ്റെ. ഇങ്ങനെ ആളാണെന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നെ വിളിച്ച് സംസാരിച്ച് ആ സമയത്താണ് സാർ ലാലേട്ടനെ കാണാൻ വേണ്ടി ലൊക്കേഷനിൽ വന്നത്. അപ്പം ഞാൻ നേരിട്ട് പോയി കണ്ടു. ആ സമയത്ത് തന്നെ അവർക്ക് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്, അവർ കൂടെ ഇരുന്ന് ആ രണ്ടുപേർക്ക് ഒപ്പം ഇരുന്നൊരു ഫോട്ടോ എടുക്കണം എന്നുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു. അത് സാധിച്ചു. രണ്ടുപേരുള്ള ഒരു സിനിമയിലെ പക്ഷെ സാറിന്റെ പടത്തിൽ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ. സാറിന്റെ പടത്തിൽ വർക്ക് ചെയ്യാൻ ഉണ്ടാവട്ടെ. താങ്ക് യു. ഈ മനുഷ്യൻ ജിൻസേട്ടൻ, ഞാൻ എൻ്റെ നാട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, തിരുവനന്തപുരത്ത് അരുവിക്കരയാണ് എൻ്റെ നാട്. അപ്പോൾ അവിടെ ഒരു സമയത്ത് ഡാമും വാട്ടർ അതോറിറ്റിയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു സമയത്ത് ഷൂട്ടിംഗ് നടക്കുകയാണെന്ന് പറഞ്ഞു, മലയാള സിനിമയുടെ ഏതോ ഷൂട്ടിംഗ് നടക്കുകയാണെന്ന് പറഞ്ഞിട്ട് എന്നെ എൻ്റെ അച്ഛൻ ഷൂട്ടിംഗ് കാണാൻ വേണ്ടി കൊണ്ടു. ഞാൻ നിർബന്ധിച്ചിട്ടാണ് പോകണം, എനിക്ക് ഷൂട്ടിംഗ് കാണണം. അവിടെ ആരൊക്കെ ആക്ടേഴ്സ്. അപ്പോൾ അവിടെ ധ്രുവം, ഒരു CBI ഡയറക്കുറിപ്പ്, അങ്ങനത്തെ കുറേ സിനിമകൾ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വാട്ടർ അതോറിറ്റി ട്രിവാൻഡ്രം ജില്ലയിലെ അരുവിക്കരയിൽ. അപ്പം നമ്മുടെ കുറേ രസികർ, അങ്ങനെ കുറേ പടം വിളിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ ഓർമ്മയിലുള്ളത് ഈ പറയുന്ന ധ്രുവം, അതേപോലെ ഈ പറയുന്ന ഒരു CBI ഡയറക്കുറിപ്പ്. അങ്ങനെ അതിൻ്റെ ഷൂട്ടിംഗ് അവിടെ നടന്നിട്ടുള്ളതായിട്ടുള്ള കഥകൾ എനിക്കറിയാം, ഞാൻ കണ്ടിട്ടില്ല. ആ സമയത്താണ് എൻ്റെ വളരെ ചെറുപ്പത്തിൽ അവിടെ ഒരു ഷൂട്ടിംഗ് നടക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ വാശി കാണിച്ചു, എനിക്കിവിടെ പോയേ പറ്റുള്ളൂ, എന്താണ് സംഭവം ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ എന്നെ അവിടെ കൊണ്ടുപോയി. രാത്രിയാണ് പോകുന്നത്, ഒരു 6-7 മണി സമയത്ത് ചെന്നപ്പോൾ ഒരാൾ അവിടെ ദൂരെ നിൽപ്പുണ്ട്. ഇന്ന് കാണുന്ന അതേ ഇന്ദ്രൻസേട്ടൻ തന്നെയാണ്. നോർമൽ ഒരു പാൻറ്റും നോർമൽ ഒരു ഷർട്ടൊക്കെ ഇട്ട ആശാൻ അവിടെ നിൽപ്പുണ്ട്. അവിടെ പോയി ഇങ്ങനെ കണ്ടത് ഓർമ്മയ്ക്ക് നല്ല ഓർമ്മയുണ്ട്. കണ്ടത് ഫോട്ടോ ഒന്നും എടുക്കാം, അന്ന് ഫോട്ടോ ക്യാമറ മൊബൈലൊന്നും ഇല്ലല്ലോ. ജസ്റ്റ് പോയി ഇങ്ങനെ കണ്ട് നമസ്കാരം പറഞ്ഞ് തിരിച്ചു വന്നു. പിന്നെ അതിന് ശേഷം ഒരുമിച്ച് അഭിനയിച്ചു തുടങ്ങി. സിനിമയിലേക്ക് എത്തിയിട്ട് ഞാനത് പറയും. ആദ്യം കണ്ടപ്പോൾ പറഞ്ഞില്ല, പിന്നെ നമ്മൾ ഒരുപാട് അടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടനെ ഇങ്ങനെ ചെറുപ്പത്തിൽ ഞാൻ നേരിട്ട് കണ്ട ആദ്യത്തെ സിനിമ നടൻ ചേട്ടനാണ് എന്ന് പറയും. പിന്നെ അദ്ദേഹത്തിന് എന്നോട് വലിയ സ്നേഹമാണ്, നമ്മളൊരു നാട്ടുകാരനാണെന്നുള്ള സ്നേഹമുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ ഇത്രയും വലിയൊരു ആക്ടറാണ്, ഇത്രയും ഒരുപാടധികം കഥാപാത്രങ്ങൾക്കപ്പുറം ഒരുപാട് അഭിനയം, ആൾക്കാരെ സിനിമ അനുഭവം, ലൊക്കേഷൻ സെറ്റ് എന്താണെന്നും കുറേ സിനിമാക്കാരെയൊക്കെ കണ്ട് അങ്ങനെ അത്രയും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അവരുടെ മുന്നിൽ നമുക്കൊരു സീൻ ചെയ്യുമ്പോൾ തന്നെ വലിയ സന്തോഷമൊക്കെയാണ്. നമ്മുടെ എന്താ ഇവർ പക്ഷെ ഇന്ദ്രൻസിനെ സംബന്ധിച്ച് ഇന്ദ്രൻസിയുടെ ഒരു കാരണവശാലും ഇത്രയും വലിയൊരു സീനിയർ ആണെന്നുള്ള ഒരു ലൈഫ് സ്റ്റൈലൊന്നും അല്ല അദ്ദേഹം. ഇപ്പം എന്താണോ അങ്ങനെ തന്നെയാണ് ഇന്ദ്രൻസ്. വലിയ സ്നേഹവും ബഹുമാനവും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. എൻ്റെ അടുത്ത് ഭയങ്കര ഒരു കുട്ടിക്കളിയും ഒക്കെയാണ്, എനിക്കും വലിയ ഇഷ്ടമാണ് അത്. ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നൊരു മനുഷ്യനാണ് ഇന്ദ്രൻസേട്ടൻ. ഇപ്പം അനന്തൻകാടിൽ ഇന്ദ്രൻസേട്ടനോട്ട് ഒരുമിച്ച് അഭിനയിച്ചപ്പോഴും ഞാൻ ഭയങ്കര ഇമോഷണലി കണക്ഷനൊക്കെ ആയ ക്യാരക്ടറാണ്. ആ തിയേറ്ററിൽ ആ സ്ക്രീനിൽ അത് കാണുമ്പോൾ വലിയ സന്തോഷം. ഒരുപാട് പേര് വിളിച്ചു പറഞ്ഞു നിങ്ങൾ തമ്മിലെ കോംബോ ഒക്കെ ഭയങ്കര രസമായിട്ടുണ്ടെന്ന് പറഞ്ഞു. അനന്തൻകാടിൽ അച്ഛനെ പോലെ തന്നെ കാണുന്ന ഒരാളാണ് ഇന്ദ്രൻസേട്ടൻ്റെ ക്യാരക്ടർ. കൃഷ്ണൻകുട്ടി എന്ന ക്യാരക്ടർ പേര്. ഇനിയും ഒരുപാട് സിനിമകളിൽ അദ്ദേഹത്തിനൊപ്പം എനിക്ക് അഭിനയിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു 10 വർഷം തികയാൻ പോകുന്ന ജേണി ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തിരിഞ്ഞു നോക്കണം, നമുക്ക് ഇവിടെ വന്ന് നിൽക്കാം. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അപ്പാനി എന്ന ആക്ടർക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റി, എന്തൊക്കെ മാറ്റം സംഭവിച്ചു എന്ന് വിലയിരുത്തിയിട്ടുണ്ടോ, നോക്കാറുണ്ടോ? നിങ്ങൾക്ക് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ ഞാൻ ഇപ്പം അങ്കമാലി ഡയറക്ടറിൽ എത്തിയപ്പോൾ ഉള്ളൊരു സിനിമ വിഷൻ അല്ല ഇപ്പൊ സിനിമയോടുള്ള കാഴ്ചപ്പാട്. അത് കുറച്ച് വർഷമായിട്ടുള്ളൂ. എനിക്കെന്ന് മാത്രമല്ല മൊത്തം സൊസൈറ്റിയിലുള്ള മൊത്തം ആൾക്കാർക്ക് മാറി തുടങ്ങിയിട്ടുണ്ട്.
അപ്പം നമ്മൾ ആ ചിന്തയ്ക്ക് അനുസരിച്ച് നമ്മളും ട്രാവൽ ചെയ്യണം. അത്തരത്തിലുള്ള വളരെ ബോണ്ടിങ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ നമ്മൾ ചെയ്യണം. നല്ല സിനിമകൾ ജനങ്ങൾക്ക് കൊടുക്കണം. എന്നാൽ മാത്രമേ അവർക്കിടയിൽ നമ്മൾ ഉണ്ടാവുകയാള്. കാര്യം അവർ ഇപ്പോൾ ഫുൾ ടൈം സെർച്ചിങ്, എല്ലാം അവൈലബിൾ ആണ്, അപ്ഡേറ്റഡ് ആണ്, അത്രയും അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ ആസ് എ ആക്ടർ നൽകി ഞാനും അത്രയും അപ്ഡേറ്റഡ് ആയിരിക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അഭിനയമാണ് എൻ്റെ തൊഴിൽ. ഞാൻ അതിൽ മികവുറ്റൊരാൾ തന്നെ ആയിരിക്കണം. അതിനുവേണ്ടി ഞാൻ പണിയെടുത്തുകൊണ്ടേയിരിക്കണം, എഫേർട്ട് എടുത്തുകൊണ്ടേയിരിക്കണം. ഇതൊന്നും തന്നെ നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഈ പറയുന്ന പോലെ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളെ വളരാൻ ആഗ്രഹിക്കുന്ന സമയത്ത് വളരുക എന്ന് വെച്ച് കഴിഞ്ഞാലും ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ നല്ല അവസരങ്ങൾ ആ സമയത്ത് ഉണ്ടാകുന്ന മറ്റ് തടസ്സങ്ങളൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല. അത് മൈൻഡ് ചെയ്യണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. അതാണ് നെഗറ്റീവ്സിന്റെ കാര്യമാണ് ഞാൻ നേരത്തെ ഉദ്ദേശിച്ചത്. അല്ല, ഇതാണ് ഞാൻ നമുക്ക് അത് മൈൻഡിൽ എടുക്കാണ്ടിരിക്കുക. അതാണ് അവരെ പരിപാടി നോക്കുക, നമ്മുടെ കരിയർ. പിന്നെ ഇവരാരുമല്ലല്ലോ. പറയുന്നവർക്ക് പറയാം, അത് അവരുടെ ജോലി. പണിയെടുക്കുന്നത് ഞാൻ എൻ്റെ ജോലി. ഞാൻ എന്തായാലും എനിക്ക് കിട്ടുന്ന കഥാപാത്രങ്ങൾ ഞാൻ അങ്ങേയറ്റം സത്യസന്ധപൂർവ്വം നന്നായിട്ട് എന്നെ ചെയ്യാൻ ശ്രമിക്കും. കാര്യം വേറൊന്നും കൊണ്ടല്ല, എനിക്ക് സിനിമകൾ ചെയ്താൽ മാത്രമേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. നല്ല സിനിമകളുടെ ഭാഗമാവണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ട്. നല്ല നടനായി മരിക്കണമെന്ന് ആഗ്രഹമുണ്ട് എനിക്കിവിടെ. നല്ല നടനായി നിൽക്കുക എന്നുള്ളതാണ്. അപ്പം അതിനുവേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത്രേ ഉള്ളൂ. പുതിയ സിനിമാ വിശേഷങ്ങൾ പുതിയത് ഇപ്പോൾ തിയേറ്ററിൽ ഞാൻ പറഞ്ഞ ജാക്സൺ അനന്തൻകാടാണ് തിയേറ്ററിൽ വളരെ ശക്തമായിട്ട് തിയേറ്ററിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ജനങ്ങൾ സിനിമ സ്വീകരിച്ചു. അത് ഞാൻ ഈ പറയുന്ന പോലെ ഈ നിമിഷം എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ സിനിമകളുടെ എണ്ണം കുറഞ്ഞതുകൊണ്ട് ഞാൻ സിനിമയിൽ നിന്ന് മാറി നിന്നു എന്നുള്ളതല്ല. ഞാൻ നല്ലൊരു അവസരത്തിന് വേണ്ടി കാത്തിരുന്നു. ഞാൻ എന്നെ തന്നെ സ്വയം പ്രിപ്പയർ ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഞാൻ വളരെ പ്രിപ്പയർ ആയിട്ട് ചെയ്തൊരു സിനിമയാണ് അനന്തൻകാടും അതിലെ ജാക്സൺ എന്ന കഥാപാത്രവും. ആ കഥാപാത്രം എനിക്ക് തന്നത് മുരളി ഗോപി സാറാണ്. മുരളി ഗോപി ചേട്ടനാണ് എന്നെ ആ സിനിമയിലേക്ക് ഈ കഥാപാത്രം ഉണ്ടെന്ന് പറഞ്ഞ് ക്ഷണിക്കുന്നത്. അപ്പോൾ അത് എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഈ കഴിഞ്ഞ കുറേ നാളത്തെ വലിയൊരു വഴിത്തിരിവായിരുന്നു. അനന്തൻകാടും ജാക്സണും ഇവരുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചകളും ഇവരുമായിട്ടുള്ള ഒരുമിച്ചുള്ളൊരു സിനിമ ട്രാവലിങ്. മുരളിച്ചേട്ടൻ അടങ്ങുന്ന കുറേ വലിയ ക്രൂ ആയിരുന്നു അനന്തൻകാടിലെ ക്രൂ. കൃഷ്ണകുമാർ സാറാണ് ഡയറക്ടർ. പിന്നെ ഒരുപാട് വലിയ ആക്ടേഴ്സ്, തമിഴ്നാട്ടിലെ ആര്യ സാർ ഉൾപ്പെടുന്ന ഒരുപാട് വലിയ ആക്ടേഴ്സ്, മിനി സ്റ്റുഡിയോ പോലത്തെ വലിയൊരു പ്രൊഡക്ഷൻ ഹൗസ്, ബിഗ് ബഡ്ജറ്റ് മൂവി. മലയാളത്തിലുള്ള അത്യാവശ്യം ഈ സമയത്തിറങ്ങിയ വലിയ ബിഗ് ബഡ്ജറ്റ് മൂവിയാണ്. അതെ 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 അതെ. അപ്പം അത് ഇവിടെ ഒരുപാട് ആൾക്കാർ സ്വീകരിച്ചു. ഇനി ആൾക്കാർ സിനിമ കാണാനുണ്ട്. കാണുക, സിനിമ കാണുക, വിലയിരുത്തുക, കഥാപാത്രത്തെ വിലയിരുത്തുക. ഉറപ്പായിട്ടും ജാക്സൺ എന്ന് പറയുന്ന എൻ്റെ കഥാപാത്രത്തിന് നിങ്ങൾ ഇഷ്ടപ്പെടും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഇഷ്ടപ്പെട്ടു. അതേ, താങ്ക് യു. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന സിനിമകളിലുള്ള എൻ്റെ എല്ലാ കഥാപാത്രങ്ങളെയും നിങ്ങൾക്ക് മനസ്സിൽ ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അല്ലെങ്കിൽ മനസ്സിൽ വെറുക്കുന്ന രീതിയിൽ. വെറുക്കുക മീൻസ് അത്രയും വില്ലൻ വേഷമൊക്കെ ചെയ്ത് ചിലപ്പോൾ വെറുത്തു പോകും. ഫോക്കസ് ചെയ്യുന്നത് ഈ എല്ലാം മേ ബി ചിലപ്പോൾ വില്ലൻ കിട്ടിയാൽ വില്ലൻ ചെയ്യും. എന്ത് കോമഡി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇമോഷൻസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ചെയ്യാനായിട്ട്. അപ്പോൾ അതിനുള്ള ശ്രമങ്ങളുണ്ട്. പക്ഷെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് അങ്ങനെ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അനന്തൻകാട് വന്നത്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് കാത്തിരിക്കാനാണെങ്കിൽ ഞാൻ തയ്യാറാണ്. അതെ, എത്ര അവസരത്തിന് വേണ്ടിയിട്ടാണ്, എത്ര നാളെടുത്താലും കുഴപ്പമില്ല. നല്ല സിനിമകൾ ചെയ്യുക, നല്ല കഥാപാത്രം ചെയ്യുക, അതിന് വേണ്ടിയിട്ട് പണിയെടുക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. സന്തോഷം. അതുപോലെ നല്ല അവസരങ്ങൾ ഇനി ഒരുപാട് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇനിയും നമുക്ക് ഇതുപോലെ സംസാരിക്കാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ഉണ്ടാവട്ടെ. സന്തോഷം.